അൽമാസ് ആശുപത്രിയിലേക്ക് അദ്ദേഹം തന്നെ കാർ ഓടിച്ചു പോയി. അവിടെത്തി അവര് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ആള് മരണപ്പെട്ടു. ഞാൻ വീട്ടിൽ പോയപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കുട്ടി 2 മണിക്ക് ഇവിടുന്ന് ഇറങ്ങിയതാണ്. ഞാൻ ആ വീട്ടിലിങ്ങനെ നോക്കുമ്പോ ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ കീസുകളിൽ അരി ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സഞ്ചി നിറയെ അരിയാണ്, പാവങ്ങൾക്ക് ദാനം ചെയ്യാൻ. ഇന്നലെ വരെ ആ വീട്ടിൽ അദ്ദേഹത്തിന് കഴിക്കാനുള്ള അരിയായിരുന്നു. ഇന്ന് ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ പേരിൽ മറ്റുള്ളവരെ കഴിപ്പിക്കാനുള്ള അന്നമാണ്. ഒരു 2 മണിക്കൂർ കൊണ്ട് മാറുന്നത്. ഇത് ചിന്തിച്ചാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണ്? അത്ഭുതകരമായ അവസ്ഥ. ഇന്നലെ കിടന്നത് എവിടെ, ഇന്ന് കിടക്കുന്നത് എവിടെ? ഇന്നലെ വീട്ടിലാണ്, ഇന്ന് പള്ളിക്കാട്ടിലാണ്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. അഭിവന്ദനായ AV ഓർത്തു പോണം. ഞാൻ ഈ വിഷയം ആദ്യം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ AVയുടെ ഈ ഗാനശകലം അന്ന് ഉദ്ധരിച്ചിരുന്നു. എന്റെ നാട്ടില് 10-15 കൊല്ലം മുമ്പാണത്. AV ജീവിച്ചിരിപ്പുള്ള കാലമാണ്. AV മുഹമ്മദ്, തിരൂരങ്ങാടിയിലെ മർഹൂം AV. മാപ്പിളപ്പാട്ട് എന്നൊരു സംഗതി ലോകത്ത് നിലനിൽക്കുമെങ്കിൽ ഈ ഗാനം നിലനിൽക്കും. ഞാൻ AVയുടെ ഈ ഗാനശകലം ഇന്നത്തെ മാപ്പിളപ്പാട്ടിന്റെ മോർച്ചറിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. ഇതെന്റെ വണ്ടിയിലിരുന്നിട്ട് AV പാടിയിട്ട് എങ്ങോട്ടേയും പോകുമ്പോ AV അവിടെ നിൽക്കുന്നുണ്ടാവും. തലയിൽ മൈലാഞ്ചിട്ട് നല്ല ചോപ്പിച്ചിട്ടുണ്ടാവും മുടി. പാവം മനുഷ്യൻ. അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. എന്നെ കണ്ടാ നിൽക്കും. അപ്പൊ AV ഇങ്ങോട്ടായിരിക്കും പോണത്, ഞാൻ അങ്ങോട്ടോ പോണത്. AV കാറ് കയറും. ഞാൻ ചോദിക്കും, AV നിങ്ങൾ ഇങ്ങോട്ടല്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടാണെങ്കിൽ ഞാനും ഇങ്ങോട്ടാണ്. പക്ഷെ ആ മനുഷ്യൻ പിന്നെ പലപ്പോഴും പറയായിരുന്നു, സമദാനി സാഹിബ് നിങ്ങളാ ലോകാവസാനവും പരലോകവും അതിൽ എന്റെ ഈ ഗാനം പാടിയതുകൊണ്ട് അതൊരുപാട് പ്രശസ്തിയായി. ഞാൻ പറഞ്ഞു, എന്താ AV പറയണത്? എന്റെ പ്രസംഗം കൊണ്ട് ഈ ഗാനത്തിന് പ്രശസ്തിയോ? നിങ്ങൾ വിനയം കൊണ്ടല്ലേ നിങ്ങളെ പറയണത്? നിങ്ങൾ ഈ ഗാനം ലോകം മുഴുവൻ അറിയപ്പെട്ട ഗാനല്ലേ? അതൊക്കെ ശരിയാ. എന്നാൽ ഒരുപാട് നല്ല ആളുകൾ ഇത് കേൾക്കാനാണ്. രാത്രി ഇത് കേൾക്കും, റമദാനിൽ കേൾക്കും. വീടുകളിൽ നിന്ന് ഈ കാസറ്റ് കേൾക്കുമ്പോ വാപ്പ കേൾക്കുന്നു, ഉമ്മ കേൾക്കുന്നു, കുട്ടികൾ കേൾക്കുന്നു, കുടുംബം ഒന്നിച്ച് കേൾക്കുന്നു. അങ്ങനെ ഇതിനൊരു ബർക്കത്ത് കൈവന്ന പോലെ എന്നാ മനുഷ്യൻ പറയുമ്പോ ഇതിന്റെ ആ രംഗം അതിൽ ശരിക്കും അവതരിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. എഴുതുന്ന ആളും നന്നാവണം, പാടുന്ന ആളും നന്നാവണം, ഒക്കെ ഒക്കണം. അപ്പോഴേ ഇതിന്റെ ഒരു ചേരുവ ശരിയായി തീരുള്ളൂ. ഇതിനൊരു ചേരുവുണ്ട്. എഴുതുന്ന ആൾക്ക് ജ്ഞാനം വേണം, പാടുന്ന ആൾക്ക് അതിന്റെ ഒരു സ്വരഭംഗി വേണം, ശുദ്ധി വേണം, കലയുടെ ശുദ്ധി വേണം. ഒക്കെ ഒത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇത് എഴുതിയ ആളെ പൊന്നാട അണിയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. KT മൊയ്തീൻ. അടുത്ത കാലത്ത് ഈ എഴുതിയ ആളെ കൊണ്ടുവന്നൊരു നാടൻ മനുഷ്യൻ, ഇത്ര ഉജ്ജ്വലമായ രചന നിർവഹിച്ച തിരൂരങ്ങാടിയിലൊരു നാടൻ മനുഷ്യൻ. പക്ഷെ ആ വാക്കിന്റെ ഒക്കെ ഒരു ഘടന നോക്കണം. വീട്ടിലെ മെത്ത പിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇരയുമ്മൽ. അടുത്ത വരി ലോക സാഹിത്യത്തിലെ ഉജ്ജ്വലമായ രചനയാണ്. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ. ആഹാ, ഇങ്ങനൊന്ന് എഴുതണമെങ്കിൽ മഹാഭാഗ്യം വേണം. ജൈനവ വാത്തുട്ടി എന്ന് വിളിച്ചന്ന് മാപ്പിളപ്പാട്ടായി. പാത്തുമാ. ഇരയുമ്മൽ കണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വിടവിനെ വാറിലേ. കണ്ണീര് ചേർത്ത്, ബന്ധുക്കളായ നിങ്ങളുടെ കണ്ണീര് ചേർത്ത് കുഴച്ച മണ്ണുകൊണ്ടാണ് ഖബറിന്റെ വിടവ് അടക്കുന്നതെന്നാ പറയണത്. അത്ഭുതം. കലയുടെയും സാഹിത്യത്തിന്റെയും കവിതയുടെയും ഒക്കെ ശക്തി എന്ന് പറയുന്നത് ഇതാണ്. ഇന്നത്തെ മാപ്പിളപ്പാട്ടില് മാപ്പിളിയില്ല, പാട്ടുമില്ല. അവരോട് പറയണം, പാട്ടിനെ അതിന്റെ പാട്ടിന് വിട്ടോളൂ എന്ന് അവരോട് പറയേണ്ട കാലം വന്നിരിക്കുന്നു. പരൻ വിധിച്ചുമായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ട് നാട്ടിലെ. കഥയെന്തെന്നറിവുണ്ടോ നാളെ കിടക്കുന്ന ഖബർ എന്ന ഭയങ്കര വീട്ടിലെ.
കേരളത്തിൽ ഒരു മാപ്പിള സാഹിത്യ സെമിനാർ നടക്കുകയായിരുന്നു. മാപ്പിള സാഹിത്യത്തിൽ വളരെ അവഗാഹമുള്ള ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് ആ സമ്മേളനത്തിലുണ്ടായിരുന്നു. ബാലകൃഷ്ണ മാഷ് പ്രസംഗത്തിൽ പറഞ്ഞു, ഒക്കെ ശരിയായിട്ടുണ്ട് ഈ രചനയിൽ, ഒന്ന് മാത്രം എനിക്ക് ദഹിക്കുന്നില്ല. ബാലകൃഷ്ണ മാഷ് മാപ്പിള സാഹിത്യത്തിൽ വളരെ അവഗാഹമുള്ള പണ്ഡിതനാണ്. അതെന്താണ്? ഭയങ്കര വീട് എന്ന് പറഞ്ഞു. വീടൊരു ശാന്തിയുടെ കേന്ദ്രല്ലേ, വീട് സമാധാനത്തിന്റെ സ്ഥലല്ലേ. കവി വീടിനെ ഭയങ്കരെന്ന് വിശേഷിപ്പിച്ചത് എനിക്കെന്തോ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞു, മാഷേ, ഇസ്ലാമിൽ ഖബറിനെ കുറിച്ചുള്ള വിശ്വാസം മനസ്സിലാക്കിയാൽ ആ ശങ്ക തീരും. ഭയങ്കര വീട് തന്നെ, പേടിപ്പെടുത്തുന്ന വീടാണ്, ഇടുക്കമുള്ള വീടാണ്, ഇരുട്ടുള്ള വീടാണ്, ഭയാനകമായിട്ടുള്ള വീടാണ്. കട്ടിലേറി പോകുന്ന രംഗം പറയുന്നുണ്ട് അതില്. അടുത്ത സ്റ്റാൻസ, പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ്. ആഹാ, മനുഷ്യനെ മനസ്സിലാക്കിയ ഒരാൾക്കേ അത് എഴുതാൻ പറ്റുള്ളൂ. പോകുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയണ്, ഉലകത്തിൽ തനിയെനിക്കാരെന്ന്. ഒരാള് മരിച്ചപ്പോ ആകെ അവതരിപ്പിക്കാൻ ഈ കവിക്ക് കിട്ടിയത് ഈ പെണ്ണിനെയാണ്. ആ പെണ്ണിനെ തന്നെയാണ് അവതരിപ്പിക്കേണ്ടത്. ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ ദുഃഖം ഇറക്കി വെക്കാൻ ഒരു അത്താണിയുണ്ട്. എല്ലാരോടും പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാം. പക്ഷേ വീട്ടിനകത്തൊരു പെണ്ണുണ്ട്. ഈ മനുഷ്യന്റെ കൂടെ ശയ്യ പങ്കിട്ടവൾ, ഈ മനുഷ്യനോടൊപ്പം ജീവിച്ചവൾ, ഈ മനുഷ്യനോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവെച്ചവൾ, ഈ മനുഷ്യനോടൊപ്പം വിചാരങ്ങൾ പങ്കുവെച്ച മറ്റൊരു പാതി, മധുരപ്പാതി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, ബെറ്റർ ഹാഫ് എന്ന് പറയുന്ന, എങ്ങനെ പേരിട്ട് പറഞ്ഞാലും ജീവിതത്തിന്റെ പാതി. അതുകൊണ്ട് മാപ്പിളപ്പാട്ടിന്റെ മന്ത്രമായിട്ട് ഇത് മുഴങ്ങട്ടെ, ഇമാതിരിയുള്ള നല്ല നല്ല വരികൾ. മരണത്തിലൂടെ പരലോകത്തേക്ക് ഒരു കവാടം വന്നു. മരണം യഥാർത്ഥത്തിൽ ഒരു പാരിതോഷികമാണ്. ഈ ലോകത്ത് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ലഭിക്കാൻ മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പാരിതോഷികം. നല്ല മനുഷ്യൻ കൂജ